വേണ്ടി പഴവും ഉപ്മാവുമാണെന്ന് തോന്നുന്നു രാവിലെ ഉള്ള ഇഡ്ഡലിയാണ്. പഴവും ഇഡ്ഡലി ഒക്കെയാണ് രാവിലെ ഈ പ്രഭാത ഭക്ഷണം നൽകുന്നത്. ചേട്ടാ, ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റാച്യു ഓട്ടോ ഡ്രൈവേഴ്സാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓട്ടോ ഡ്രൈവേഴ്സിന്റെ സംഘടനയാണ് ഇവർക്ക് വേണ്ടി ഭക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൂട് കൂടുതലാണ്, അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം അടക്കം തണ്ണിമത്തൻ ഇറക്കിയിട്ടുണ്ട്. തണ്ണിമത്തനാണ് കൊടുക്കുന്നത്. തണ്ണിമത്തനുണ്ട്. എല്ലാ സൗകര്യങ്ങളും എന്തായാലും ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാരാണ്, അമ്മമാരാണ്, പെങ്ങന്മാരാണ്. അവർക്ക് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടരുത് എന്നൊരു കാര്യം കൊണ്ടല്ലേ ഇതൊക്കെ. അതെ. ഇത് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാവരും ചേർന്ന് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടോ? ഉച്ചയ്ക്ക് 1 മണിക്കാണ് വരുന്നത്. നമ്മുടെ അടുത്തുള്ള ഈ 2 ഹോട്ടലുണ്ട്, അന്നദാനമുണ്ട്. അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതാവില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ മാത്രം ഞങ്ങൾ നോക്കും, ബാക്കി അവരിങ്ങനെ കവർ ചെയ്തു. ഏതായാലും ഈ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, കുടിവെള്ളത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വരുന്നവരാണ് ഇവർ അടക്കമുള്ളവർ. ചേച്ചി എവിടെന്നാ വരുന്നത്? വെമ്പായം, വെഞ്ഞാറമൂട് വെമ്പായം. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്? അത് വർഷം ഇത് 32 വർഷമായി. 32 വർഷമായോ? ഇത്തവണ എവിടെ പൊങ്കാല ഇടുന്നത്? ഈ സെക്രട്ടേറിയറ്റ് പാളയത്താണോ? അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പാളയത്ത് നിന്ന് ഇവിടെ കാണണം, ഭക്ഷണം വാങ്ങിക്കണം, അങ്ങനെ വന്നത്. അപ്പൊ ഇത്തവണ എന്ത് ആഗ്രഹം അല്ലെങ്കിൽ അമ്മയോട് എന്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പൊങ്കാല ഇടുന്നത്? വയസ്സായി വരെയല്ല, നമുക്കൊക്കെ അസുഖങ്ങളും കുറയണം, ആരോഗ്യം കിട്ടണം, മക്കൾക്കും ചെറുകുട്ടികൾക്കും നല്ലത് വരണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ആളുകളുടെ പ്രാർത്ഥനയൊക്കെ ഓരോരുത്തർക്കും ഓരോരോ പ്രാർത്ഥനകളാണ് ഉള്ളത്. പലർക്കും മക്കൾ നന്നായിരിക്കണം, കുടുംബം നന്നായിരിക്കണം, ജോലി കിട്ടണം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രാർത്ഥനയാണ് നിലവിൽ എന്തായാലും ഉള്ളത്. കുഞ്ഞുങ്ങളടക്കം പൊങ്കാല അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമാണ് ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഇവരടക്കം എത്തിയിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ഇത്തരത്തിൽ എല്ലാ വർഷവും സെക്രട്ടേറിയറ്റ് പടിക്കലിൽ വലിയ രീതിയിലുള്ളൊരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ തലസ്ഥാന നഗരിയിൽ പൊങ്കാല എന്ന് പറയുന്നത് വിവിധ ഭാഗങ്ങളിലായി പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള നിരവധി ആളുകളുടെ തിരക്കായിരിക്കും കാണുന്നത്. അമ്മ എവിടെന്നാ വരുന്നത്?